Hi dears, welcome back to Dream Alphabets 25. PSC ഇംഗ്ലീഷ് ഗ്രാമറിലെ എല്ലാ പോർഷൻസും നമ്മൾ ടിപ്സ് ആൻഡ് ട്രിക്സിലൂടെയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സോ PSC ടിപ്സ് ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSA, HSST ഇനി വരാനിരിക്കുന്ന കേട്ടറ്റ്, സെറ്റ്, നെറ്റ് തുടങ്ങിയ എക്സാമുകൾക്കും അതുപോലെ തന്നെ നമ്മുടെ കേരള PSC, SSC എക്സാമിൻസിനും ഒക്കെ ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോകളാണ് ഇനി ഞങ്ങൾ ഇടാൻ പോകുന്നത്. സോ ഇതുവരെയുള്ള ക്ലാസ്സുകളെല്ലാം തന്നെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റ് എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. അത് നോക്കുക, പഠിക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. സോ ഇന്നത്തെ ടിപ്സ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ടിപ്പാണ്, ഇവിടെ 4 വേർഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാറ്റ്. എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാറ്റ്. ഈ 4 വേർഡ്സും ആദ്യമേ നമ്മൾ ബൈഹാർട്ടാക്കി വെക്കുക. ഈ 4 വേർഡ്സ് പഠിച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ വേർഡ്സ് വരുന്ന സെൻറ്റൻസ് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടാൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടും. എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ, എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാറ്റ് ഈ വേർഡ്സിന് ശേഷം വെർബിൻ്റെ ടു ചേർക്കാത്ത V1 ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ഇപ്പോൾ നമ്മളെല്ലാവരും ഒരു ടെൻഡൻസി ഉണ്ട് വെർബിനോട് എപ്പോഴും ടു ചേർക്കുക. ഇപ്പോൾ ടു ഡ്രോ, ടു സിം, ടു സിങ് അങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ടു ചേർത്ത് നമുക്ക് എഴുതാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. അത് സ്വാഭാവികം. സോ അതൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ 4 വേർഡ്സ് ആദ്യമേ തന്നെ ബൈഹാർട്ടാക്കി വെക്കുക. 4 വേർഡ്സ് അല്ലേ ഉള്ളൂ. ആ 4 വേർഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ 4 പരീക്ഷയ്ക്കെങ്കിലും അത് ഉപകാരപ്പെടും. സോ ഫസ്റ്റ് ടിപ്പായിട്ടുള്ള ഈ ഒരു 4 വേർഡ്സ് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാറ്റ് ഇവയ്ക്ക് ശേഷം വെർബിൻ്റെ ടു ചേർക്കാത്ത V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഷീ ഡസ് എവറിത്തിങ് ബട്ട് ഡാഷ്. ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ബട്ട് എന്ന് പറയുന്ന വേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു വേർഡ്സിലും ബട്ട് ഉണ്ടല്ലേ. അപ്പോൾ ബട്ടിന് ശേഷം എന്താണ് ചെയ്യേണ്ടുന്നത്? താഴെ കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സിങ്, സാങ്, സങ്, ടു സിങ്. അപ്പോൾ ഇതിൽ നമ്മൾ ഓരോന്നെടുത്ത് വായിച്ചു നോക്കും അല്ലേ. ക്വസ്റ്റ്യൻ കിട്ടിയ ഉടനെ നമ്മൾ ഓരോന്ന് മാച്ച് ചെയ്തൊക്കെ നോക്കും. അപ്പോൾ ഇവിടെ ഗ്രാമറോ കാര്യങ്ങളോ ടെൻസോ ഒന്നും അറിയണ്ട. പകരം എന്തറിഞ്ഞാൽ മതി? വേർഡ്സിന് ശേഷം എന്ത് ഉപയോഗിക്കുന്നു മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ബട്ട് എന്ന് പറയുന്ന വേർഡ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ബട്ടിന് ശേഷം വെർബിൻ്റെ ടു ചേർക്കാത്ത V1 ഫോമാണ് ഉപയോഗിക്കേണ്ടതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ വെർബ് എന്ന് പറയുന്നത് എന്താണ്? സിങ് ആയിരിക്കാം വെർബ്. അതുകൊണ്ടല്ലേ സിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ടു ചേർക്കാത്തത് ഏതാണോ അത് എഴുതിയാൽ മതി. ടു ചേർക്കാത്ത V1 ഫോം തന്നെ വേണം. ടു ചേർക്കാത്ത V1 ഫോം അതിൽ ഏതാണ് വരുന്നത്? അതിൽ ടു ചേർക്കാത്ത V1 ഫോമായിട്ട് വരുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ സിങ് ആണല്ലേ. അപ്പോൾ സിങ് ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ. ഷീ ഡസ് എവറിത്തിങ് ബട്ട് സിങ്. അത്ര മാത്രമേ ഉള്ളൂ അതിൻ്റെ ആൻസർ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് വേർഡ്സ് ഞാൻ തന്നിട്ടുണ്ട്. ഇത് നമ്മൾ 2 ടിപ്പേ ഇന്ന് പഠിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വേർഡ്സ് ഇപ്പോൾ തന്നെ പഠിച്ച് ഈ ഒരു വീഡിയോ കണ്ടു തീരുമ്പോൾ തന്നെ നിങ്ങൾ ഇത് ബൈഹാർട്ടാക്കി എടുത്താൽ പിന്നെ അതിന് വേണ്ടിയിട്ട് മെനക്കെടേണ്ട ഒരാവശ്യമില്ല. സോ ഈ വേർഡ്സും കൂടി നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന വേർഡ്സ് ഏതൊക്കെയാണ്? മേക്ക്, ലെറ്റ്, വാച്ച്, നോട്ടീസ്, ഹിയർ, ഫീൽ. ഇത്രയും വേർഡ്സ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. മേക്ക്, ലെറ്റ്, വാച്ച്, നോട്ടീസ്, ഹിയർ, ഫീൽ. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടുന്ന ടിപ്പ് ഇതാണ്. ഈ വേർഡ്സിന് ശേഷം ഈ തന്നിരിക്കുന്ന ഈ ലിസ്റ്റ് ഓഫ് വേർഡ്സിൽ ഏതെങ്കിലും ഒന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ആ ഒരു വേർഡിന് ശേഷം ഇവയ്ക്ക് ശേഷം മറ്റൊരു വെർബ് വരുന്നുണ്ടെന്ന് നമ്മൾ നോക്കുക. നമുക്ക് കിട്ടിയിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യനിൽ ഇത്രയും വേർഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ഉണ്ടോ എന്ന് ഫസ്റ്റ് നോക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു വെർബ് ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു വെർബും കൂടി ഇതിനോടൊപ്പം ഉണ്ടെങ്കിൽ ടു ചേർക്കാത്ത V1 ഫോം യൂസ് ചെയ്യണം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മേക്ക്, ലെറ്റ്, വാച്ച്, നോട്ടീസ്, ഹിയർ, ഫീൽ. ഈ വേർഡ്സ് ആദ്യമേ പഠിച്ചു വയ്ക്കുക. ഈ വേർഡ്സിനോടൊപ്പം വേറൊരു വെർബ് വന്നാൽ ടു ചേർക്കാത്ത V1 ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ. ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹി മേഡ് മീ ഡാഷ്. ഈ മേഡ് എന്ന് പറയുന്നത് മേക്കിൻ്റെ പാസ്റ്റ് ആണല്ലേ. മേക്കിൻ്റെ 3 ഫോം ഏതൊക്കെയാണ്? മേക്ക്, മെയ്ഡ്, മെയ്ഡ്. സോ മേഡ് എന്ന് പറയുന്നത് മേക്കിൻ്റെ പോലെ തന്നെയാണ്. മേക്കിൻ്റെ അതേ മീനിങ് ആണ്.
സോ ഇവിടെ മേഡെന്ന് കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ലിസ്റ്റ് ഓഫ് വേർഡ്സ് പഠിച്ചു വെച്ചിരിക്കുന്നത് ഓർത്താൽ മതി. മേഡിന് ശേഷം ഒരു ഏതെങ്കിലും ഒരു എന്താ പറയുക, ഏതെങ്കിലും ഒരു വെർബ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? വെർബിൻ്റെ ടു ചേർക്കാത്ത V1 ഫോം യൂസ് ചെയ്യണം. ഇവിടെ ടു ചേർക്കാത്ത V1 ഫോം ഏതേ ഉള്ളൂ? സിറ്റ് ഡൗൺ. ഓക്കെ, സിറ്റ് ഡൗൺ. സിറ്റിംഗ് ഡൗൺ എന്ന് വരില്ല, സിറ്റ് ഡൗൺ എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് നോക്കാം. ഒന്നാമത്തെ ടിപ്പ്, മേക്ക്, ലെറ്റ്, വാച്ച്, നോട്ടീസ്, ഹിയർ, ഫീൽ. ഈ വേർഡ്സിന് ശേഷം വെർബ് വന്നാൽ ടു ചേർക്കാത്ത V1 ഫോം യൂസ് ചെയ്യണം. വേർഡ്സ് ഇപ്പോഴത്തന്നെ പഠിച്ചു വെച്ചേക്കുക. രണ്ടാമത്തെ ടിപ്പ് ഏതായിരുന്നു? എക്സെപ്റ്റ്, ബട്ട്, സേവ്, ദാറ്റ്. ഇവയ്ക്ക് ശേഷം ടു ചേർക്കാത്ത V1 ഫോം യൂസ് ചെയ്യണം. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.